ലൈംഗികതയും പുരുഷ ലൈംഗികതയും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടെന്ന സത്യം എല്ലാ പുരുഷന്മാർക്കും അറിയാം. പക്ഷെ പലപ്പോഴും ഫെമിനിസ്റ്റ് കടന്നുകയറ്റം കാരണം പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്, പുരോഗമനവാദിയുടെ മുഖംമൂടി അണിയാൻ വേണ്ടിയിട്ട് പലരും ഈ സത്യം മറച്ചു വെക്കാറും. പലപ്പോഴും TV ചാനലുകളിൽ ഇത് വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വ്യക്തി ഞാനാണ്. അങ്ങനെ നമ്മുടെ ഡോക്ടർ ബാസിലിനെ കൂടെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഡോക്ടർ ബാസിൽ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വ്യക്തി കൂടെയാണ്. അദ്ദേഹം പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നമ്മുടെ സഹോദരിമാരും സുഹൃത്തുക്കളും മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഞങ്ങൾ എല്ലാ ആണുങ്ങൾക്കും അറിയാവുന്ന സത്യമാണ്. നിങ്ങളോട് ഇതാരെങ്കിലും പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് അവർക്ക് നിങ്ങളോട് ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ സത്യം അവർ നിങ്ങളോട് പറഞ്ഞു തരും. ആൺ ലൈംഗികതയും പെൺ ലൈംഗികതയും, മെയിൽ സെക്ഷുവാലിറ്റിയും ഫീമെയിൽ സെക്ഷുവാലിറ്റിയും ഡിഫറൻ്റ് ആണ് എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ദൈവവും പ്രകൃതിയും അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്കോ ഡോക്ടർ ബാസിലിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിത് പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹവും കരുതലും ബഹുമാനം കൊണ്ടാണ്. എല്ലാ മതങ്ങളും, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൂത, എല്ലാ മതങ്ങളും ഇത് പറയുന്നതിന്റെ റീസൺ ഈ സത്യം ആ മതങ്ങൾക്കും വിശ്വാസങ്ങളിലും അന്തർലീനമായി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇതുകൊണ്ട് പെൺകുട്ടികൾ അടിച്ചമർത്തപ്പെടണമെന്നൊന്നും അല്ല. പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാലും ബൈബിൾ എടുത്തു നോക്കിയാലും ഗീത എടുത്തു നോക്കിയാലും അടക്കം എല്ലാ വിശുദ്ധ പുസ്തകങ്ങളിലും ഇതൊന്നല്ലെങ്കിൽ പല രീതികൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ആദ്യം പറയുന്നത് ആണിന്റെ കണ്ണിന് മിതത്വം വേണമെന്നാണ്. പിന്നീടാണ് പറയുന്നത് പെൺകുട്ടിയുടെ വസ്ത്രത്തിന് മിതത്വം വേണോ. അപ്പോൾ ആ സ്ത്രീ പുരുഷ ലൈംഗികതയുടെ വ്യത്യാസത്തെക്കുറിച്ച് ശക്തമായി ഉന്നയിച്ച അബ്ദുള്ള ബാസിലിന് ഒരു കുതിരപ്പവൻ ഇരിക്കട്ടെ. അദ്ദേഹത്തിനോടുള്ള ഈ ഇന്ററാക്ഷൻ വൈറലായി. നമ്മുടെ തമ്മിൽ പരിപാടിയിലാണ് ഒരു പെൺകുട്ടി, ഒരു യുവ സഹോദരി നല്ല ചോദ്യമാണ് ചോദിച്ചത്. എന്റെ പെങ്ങളെ, നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്, നിന്നോടടക്കമുള്ള സ്ത്രീജനങ്ങളോട് ബഹുമാനവും ഇഷ്ടവും ഉള്ളതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഈ അല്ലാത്ത പെർവേർട്സ് എന്ത് ചെയ്യുമെന്നറിയാമോ? പുരോഗമനവാദം കളിച്ച് ഞങ്ങളും ഫെമിനിസ്റ്റുകളാണ് എന്ന് കളിച്ച് പലപ്പോഴും മോശം ഇന്റൻഷനോടെ പെൺകുട്ടികളെ സമീപിക്കുന്നവരാണ്. നമുക്ക് എന്തായാലും ആ ചോദ്യം ഒന്ന് കേൾക്കാം. സാറിന്റെ പല സ്റ്റേറ്റ്മെന്റും എനിക്ക് തോന്നുന്നു എല്ലാ പുരുഷന്മാരെയും അധിക്ഷേപിക്കുന്നതാണെന്ന്. കാരണം സാറ് പറഞ്ഞു, ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് തോന്നുന്നത് ലൈംഗികതയാണ് എന്നുള്ളത്. അതൊരു സത്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതാണ് സത്യം. മെഡിക്കൽ ഫീൽഡില് ഓങ്കോളജി ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്. അതിനകത്തൊക്കെ പുരുഷന്മാര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ ഇപ്പൊ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീയുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നത് ഒരു ഓങ്കോളജി ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും ആ ബ്രസ്റ്റിനെ കാണുന്നത്? നല്ലൊരു ചോദ്യമാണ്, ഞാൻ പറഞ്ഞോട്ടെ. നല്ല ചോദ്യം. ബാക്കി കൂടെ കേൾക്കണം. ഉത്തരം പറഞ്ഞോട്ടെ. ഒന്നാമത്തത് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതല്ല, മറിച്ച് ഒരാളുടെ വിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുരുഷന്റെ തലച്ചോറിൽ എന്ത് സംഭവിക്കും? ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ അവന്റെ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് ആക്ടിവേറ്റ് ആകും എന്നുള്ളത് ബയോളജിയാണ്. നിഷേധിക്കാൻ പറ്റുമോ? അല്ല, ഒരു മിനിറ്റ്, ഞാൻ ഈ സയൻസ് പറയുന്നത് പലപ്പോഴും പുരോഗമനവാദികൾക്ക് ഇഷ്ടമല്ല. കാര്യം അവർ ഐഡിയോളജിയുടെ ആൾക്കാരാണ്. ശാസ്ത്രവും സത്യവും റിസർച്ചും ഒന്നും അവർക്കൊരു കാര്യമല്ല. സിസ്റ്റർ എന്നോടാണ് ചോദ്യം, ഞാൻ പൂർത്തിയാക്കട്ടെ പ്ലീസ്. ഈ പറഞ്ഞ ബയോളജി നിഷേധിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം അതാണ്. നിഷേധിക്കുന്നുണ്ട്, പിന്നെ ഒന്നും പറയാനില്ല. ശാസ്ത്ര വിരോധികളോടൊന്നും പറയാനില്ല. ഞാൻ പറയുന്നത് പുരുഷന് ചിന്തകൾ ഉണ്ടാവും. ചിന്ത ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സുഹൃത്തുക്കളെ ഈ പറഞ്ഞ പ്രക്രിയകളൊക്കെ നടക്കുക? ഒരു ആണിന് കണ്ടാൽ തോന്നലുകൾ ഉണ്ടാകും. അവിടെയാണ് നമ്മൾ പറയുന്നത്, അവിടെ പബ്ലിക്കിൽ ചില റെസ്ട്രിക്ഷൻസ് ആവശ്യമാണ്. കറക്റ്റാണ്. മിതത്വം ആവശ്യമാണ്. ആണിന്റെ കണ്ണിനും ആവശ്യമാണ്, പെണ്ണിന്റെ വസ്ത്രധാരണത്തിനും ആവശ്യമാണ്. രണ്ടാമത്തെ ചോദ്യം ഒരു സംശയം വന്നു. എപ്പോ ഉണ്ടാവണം ആ ചിന്തകൾ? എപ്പോ ഉണ്ടാവണം എന്നല്ല, അല്ല മാഡം, അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് ബ്രെയിൻ പ്രോസസ്സാണ്. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു പെൺ സുഹൃത്ത് വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്നവളുടെ വസ്ത്രം ഇതയായി, നിങ്ങൾക്ക് ആ ചിന്തയാണോ ആദ്യം ഉണ്ടാവുക? അതോ അവൾക്ക് രക്ഷിക്കണം? എപ്പോ ഉണ്ടാവും? പ്രൊഫഷണൽ ആയിട്ട് പറഞ്ഞു. പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിനോട് നമുക്ക് നമ്മുടെ ബ്രെയിനിലടക്കം ചില നോർമലൈസേഷൻ സംഭവിക്കും. പ്ലീസ്. ഓക്കെ, അവിടെ പെട്ടെന്ന് എനിക്കൊരു 30 സെക്കൻഡ് തരൂ എന്ന് അബ്ദുള്ള ബാസിൽ പറഞ്ഞ പോലെയാണ് തോന്നിയത്. അവിടെ അപ്പൊ അതുകൊണ്ട് ഒരു നോർമലായ സ്ത്രീ പുരുഷ ഇന്ററാക്ഷൻ ഉള്ള ബയോളജി ഞാൻ പറഞ്ഞതിനെ നിഷേധിക്കാൻ പറ്റുമെങ്കിൽ നിഷേധിക്കാം. അതിന് ശാസ്ത്ര വിരുദ്ധരാണ് ഞങ്ങൾ. ശാസ്ത്രം എന്തായാലും തോന്നൽ ഇതാണ്, അതേ എടുക്കുള്ളൂ എന്ന് പറയാൻ ഒന്നും പറയാനില്ല. അവിടെ
ഗൈനക്കോളജിസ്റ്റ് ആവട്ടെ, ഒരു അപകടത്തിൽ സഹായിക്കുന്നതാകട്ടെ, അപകടത്തിൽ സഹായിക്കുമ്പോ അവന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതും അവിടെ Context activate വേറെ. ആകുന്നതും വേറെ സെന്റൻസ് ആണ്. എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് ഇദ്ദേഹം പറഞ്ഞത് സത്യമാണ്. നമ്മുടെ സഹോദരിമാരും സുഹൃത്തുക്കളും ഇത് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇത് ChatGPTയും ഗൂഗിൾ ജെമിനയിലും ഒക്കെ അടിച്ചു നോക്കി ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി എടുത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ സെക്ഷുവാലിറ്റി ആൻഡ് ഫീമെയിൽ സെക്ഷുവാലിറ്റി എന്ന് അടിച്ചു നോക്കിയാൽ ഈ കാര്യങ്ങളെല്ലാം വരും. വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളുടെ പഠനം, ഞാൻ ആ യൂണിവേഴ്സിറ്റികൾ പ്രധാനമായിട്ട് എടുക്കുന്നത് ഹാർവേഡ് യൂണിവേഴ്സിറ്റി, പ്രിൻസ്റ്റൺ, റോയ് ബോമിസ്റ്ററുടെ പഠനം, ലിസ എം ഡയമണ്ടിന്റെ പഠനം, മെറിഡിത്ത് ഷിവേഴ്സിന്റെ പഠനം, അത് യുപെന്നും കൊളംബിയയുമാണ്, ജിം ലാവെല്ലിന്റെ പഠനം, അത് പെരൽമാൻ സ്കൂൾ ഓഫ് മെഡിസിൻ ആണ്, ഡേവിഡ് ബസ്സിന്റെ പഠനം, അത് കൊളാബറേഷൻ വിത്ത് ഹാർവേഡ് യൂണിവേഴ്സിറ്റി മറ്റുമാണ്. യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് കൃത്യമായി അവർ കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളുടെ പഠനമല്ലേ ഈ ഫെമിനിസ്റ്റ് തള്ളല്ലോ, ശാസ്ത്രം പറയുന്ന കാര്യങ്ങളല്ലേ. അതായത് സ്ത്രീ പുരുഷ ലൈംഗികതകൾക്ക് ഒരു വ്യത്യാസമുണ്ട്. പുരുഷന്റെ ലൈംഗികത കുറച്ചുകൂടെ വൈഡും വൈൽഡുമാണ്, സ്ത്രീയുടെ ലൈംഗികത കുറച്ചുകൂടെ ഫോക്കസ്ഡും പേഴ്സണലൈസ്ഡുമാണ്. സ്ത്രീകളുടെ ലൈംഗികത കുറെ കൂടെ വ്യക്തിയാധിഷ്ഠിതവും വ്യക്തിനിഷ്ഠവുമാണ്. പുരുഷന്റെ ലൈംഗികത എന്നാൽ കുറെ കൂടെ വസ്തുനിഷ്ഠ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് സെന്റേർഡ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലെസ് പേഴ്സണലൈസ്ഡും ലെസ് റിലേഷൻഷിപ്പും ഇന്റിമസിയുമാണ്. ഇതൊരു ഫാക്ട് ആണ്, ഞാൻ അതിനെ കൃത്യമായിട്ട് വായിക്കാം. സെക്സ് ഡ്രൈവിൽ ആണിനും പെണ്ണിനുള്ള വ്യത്യാസം. ആണിന് ഹയർ ഫ്രീക്വൻസി ഓഫ് സ്പോണ്ടേനിയസ് തോട്ട്സ് ആൻഡ് ഫാന്റസീസ്, കൂടുതൽ ലൈംഗികോദ്ദീപകമായ ഫാന്റസീസും ചിന്തകളും ആണിനാണ് കൂടുതൽ വരുന്നത്. സ്ത്രീകൾക്ക് ലോവർ ഫ്രീക്വൻസി ആണ്, പലപ്പോഴും റിലേഷൻഷിപ്പ് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് കൂടെയാണ്, വ്യക്തിബന്ധങ്ങൾ കൂടെ അടിസ്ഥാനമായിട്ടാണ് ലൈംഗികത വരുന്നത്. ഇനി ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം ലൈംഗികതയെക്കുറിച്ച്, അത് പുരുഷന്റെ ബ്രെയിനിന് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയേക്കാൾ കൂടുതൽ അത് സ്റ്റേബിളും കൺസിസ്റ്റന്റുമാണ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. എന്നാൽ സ്ത്രീക്ക് ഹയർ ഫ്ലൂയിഡിറ്റിയാണ്. സോഷ്യൽ കൾച്ചറൽ അടക്കമുള്ള പല കാര്യങ്ങളും കൂടി അവളുടെ സെക്ഷുവൽ കാര്യങ്ങളെ ബാധിക്കുന്നു, സ്വാധീനിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. അറൗസൽ, ഒരു ലൈംഗിക ഉദ്ദീപനം എന്ന് പറയുന്ന കാര്യം ഹൈ സ്പെസിഫിസിറ്റിയാണ് പുരുഷന്, ലോവർ സ്പെസിഫിസിറ്റിയാണ് സ്ത്രീകൾക്ക്. കോണ്ടെക്സ്റ്റ്, ലൈംഗികതയുടെ കോണ്ടെക്സ്റ്റ് അത് വളരെ പ്രധാനമാണ്. പുരുഷന് പലപ്പോഴും ഫിസിക്കൽ പ്ലഷറും റിലീസുമാണെങ്കിൽ സ്ത്രീകൾക്ക് പലപ്പോഴും അത് ഇമോഷണൽ ഇന്റിമസിയും അറ്റാച്ച്മെന്റുമാണ്. ഇതിനർത്ഥം പുരുഷന് ലൈംഗികതയിൽ ഇമോഷണൽ ഇന്റിമസി ഇല്ല എന്നല്ല. 75% അവന് അങ്ങനെ ഒരു കണക്കില്ല കേട്ടോ. 75 എന്നുള്ളത് ഞാൻ എൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ അല്ലാതെ പറയുന്ന കാര്യങ്ങൾ കോട്ട് ചെയ്ത് റിസർച്ചിന്റെ ബേസ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് സാധാരണ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. 75% ഫിസിക്കൽ പ്ലഷറും റിലീസുമാണ് പുരുഷന്റെ ലൈംഗികതയെങ്കിൽ അവന്റെ 25% ഇമോഷണൽ ഇന്റിമസിയും അറ്റാച്ച്മെന്റ്. നേരെ തിരിച്ച് സ്ത്രീകൾക്ക് പലപ്പോഴും 25% സെക്ഷൽ പ്ലഷറും റിലീസുമെങ്കിൽ 75% ഇന്റിമസിയും അറ്റാച്ച്മെന്റുമാണ്. ഒരു നമ്പർ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ നമ്പറുകൾ ഒരു റിസർച്ചിൽ വാലിഡേറ്റഡ് അല്ല, പക്ഷേ ഒരു തമ്പ് റൂൾ എന്ന രീതിയിൽ പറഞ്ഞതാണ്. ഇനിയും സോഷ്യൽ പെർസെപ്ഷൻ ഓഫ് സെക്ഷുവാലിറ്റി, പലപ്പോഴും ആണ് ഹയർ ലൈക്ലിഹുഡ് ഓഫ് ഓവർ പെർസീവിങ് സെക്ഷൽ ഇന്റന്റ്. പലപ്പോഴും പെൺകുട്ടി ചിരിക്കുമ്പോഴും തന്നോട് സംസാരിക്കുമ്പോഴും നോക്കുമ്പോഴും എല്ലാം ആണിന് കുറെ കൂടി സെക്ഷൽ ഇന്റന്റ് അവർക്കുണ്ടെന്ന തെറ്റിദ്ധാരണയുണ്ടാകും. എന്നാൽ പെൺകുട്ടികൾക്ക് നേരെ തിരിച്ച് ഹയർ ആക്യുറസി ഇൻ ഡിസ്റ്റിങ്വിഷിംഗ് ഫ്രണ്ട്ലിനെസ് ഫ്രം ഇന്റന്റ്. സൗഹൃദവും ലൈംഗികതയും തമ്മിലുള്ള വ്യത്യാസം പെൺകുട്ടിക്ക് കുറെ കൂടെ മനസ്സിലാകും എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. ഈ റിസർച്ചൊക്കെ വളരെ എന്താ പറയണേ, ആഴത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനർത്ഥം സ്ത്രീകൾക്ക് സെക്ഷുവാലിറ്റി ഇല്ല എന്നല്ല, അവരെല്ലാം ആകാശത്ത് വീണ മാലാഖമാരാണെന്നല്ല, നേരെ മറിച്ച് എല്ലാ പുരുഷന്മാരും റേപ്പിസ്റ്റുകളാണെന്നല്ല. പലപ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളും മനസ്സിലാക്കേണ്ട ഈ ലൈംഗികതയിലെ ഏറ്റവും പ്രധാനമായ ബയോളജിക്കൽ ഡിഫറൻസ് ആണ്. ഈ തിരിച്ചറിവ് വേണം. സ്ത്രീ ലൈംഗികതയും പുരുഷ ലൈംഗികതയും രണ്ടും പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ രണ്ടിൻ്റെയും ബ്രെയിൻ വൈസ് ആയിട്ടുള്ള കെമിസ്ട്രി വ്യത്യാസമാണ്. രണ്ടും ശാസ്ത്രീയമായി ഒരുപാട് പഠിക്കപ്പെട്ടിട്ടുള്ളതാണ്. ലോകത്തിലെ പ്രഗത്ഭ യൂണിവേഴ്സിറ്റികൾ അത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. സ്ത്രീ ലൈംഗികത വേറെ, പുരുഷ ലൈംഗികത വേറെ. സ്ത്രീ ലൈംഗികതയുടെ മാനങ്ങൾ വേറെ, പുരുഷ ലൈംഗികതയുടെ മാനങ്ങൾ വേറെ. സ്ത്രീ ലൈംഗികത കുറെ കൂടെ പേഴ്സണലൈസ്ഡും കോണ്ടെക്ച്വലൈസ്ഡും വ്യക്തിയാധിഷ്ഠിതവും ഇന്റിമസിയും ഒക്കെ ആണെങ്കിൽ പുരുഷ ലൈംഗികത കൂടുതൽ എറോട്ടിക് ഇൻ നേച്ചറോ അല്ലെങ്കിൽ കൂടുതൽ ലെസ് പേഴ്സണലൈസ്ഡ് ഇൻ നേച്ചറോ ആണെന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഇതാണ് അതിന്റെ ഫാക്ട് ഓഫ് ദി മാറ്റർ. ഫെമിനിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ടാലും ലെഫ്റ്റ് ലിബറലുകൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതാണ് ശാസ്ത്രീയ സത്യം. അത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ പറയുന്നതാണ് ശരി.